ഇതോടൊപ്പം കോട്ടയത്ത് നിന്നൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നുണ്ട്. അമിത വേഗതയിൽ കാർ ഓടിച്ച് നിരവധി വാഹനങ്ങൾ ഇടിച്ച് അപകടമുണ്ടാക്കിയ യുവാവ് പിടിയിലായിരിക്കുന്നു. കോട്ടയം ചിങ്ങവനത്ത് അല്പസമയം മുമ്പ്, അതായത് ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. യുവാവിന്റെ കാറിൽ നിന്നും കഞ്ചാവും സ്വർണ്ണാഭരണവും അടക്കം പിടികൂടിയിട്ടുണ്ട്. നിർത്താതെ പോയ വാഹനം ക്രെയിൻ ഉപയോഗിച്ച് തടയുകയായിരുന്നു. ഈ യുവാവിനൊപ്പം ഉണ്ടായിരുന്ന യുവതിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത്, ഈ കഞ്ചാവ് ലഹരിയിലാണോ ഇയാൾ ഈ അപകടം ഉണ്ടാക്കിയത്? ഈ പിടിയിലായ യുവാവിനെ കുറിച്ചും യുവതിയെക്കുറിച്ചും എന്തൊക്കെ വിവരങ്ങളാണ് പോലീസിന് ഇതുവരെയും ലഭ്യമായിട്ടുള്ളത്? ടോം, പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. പോലീസ് അതിനെക്കുറിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പിടിയിലായാൽ കായംകുളം സ്വദേശിയാണ് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കായംകുളം വൃന്ദാവനം വീട്ടിൽ അരുൺകുമാർ എന്ന പേര് പറയുന്നുണ്ട്. പക്ഷേ അത് തന്നെയാണോ പേരെന്ന കാര്യത്തിൽ പോലീസ് ഒരു അന്തിമമായ സ്ഥിരീകരണം നൽകുന്നില്ല. ഇയാൾ മറ്റു ചില കുറ്റങ്ങളിൽ പെട്ട ഒരാളാണോ എന്ന സംശയവും പോലീസിനെ സംബന്ധിച്ചുണ്ട്. ഇയാൾ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് എന്നാണ് പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരം. ഒപ്പം തന്നെ 5 ഗ്രാം കഞ്ചാവ് ഈ വാഹനത്തിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അത് ഇയാൾ ഉപയോഗിക്കാനായി വെച്ച കഞ്ചാവായിരിക്കാം. അത് മാത്രവുമല്ല, അതായത് കുറച്ച് സ്വർണ്ണാഭരണങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. ഒരു യുവതിയും ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നുണ്ട്. ഇവരുടെ അറസ്റ്റ് എന്തായാലും രേഖപ്പെടുത്തിയിട്ടില്ല. നിലവിൽ ഈ യുവാവിന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഇയാൾ 29-കാരനാണെന്നാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും ഇക്കാര്യങ്ങളിലൊക്കെ ഒരു അന്തിമമായ വ്യക്തത വരുത്തുന്നതേ ഉള്ളൂ. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയായിരുന്നു ചിങ്ങവനത്ത് അമിത വേഗതയിൽ ഈ വാഹനം ഓടിച്ചു പോവുകയും വിവിധ വാഹനങ്ങളിൽ തട്ടിപ്പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. പോലീസ് ഈ വാഹനം നാട്ടുകാരൊക്കെ തടയാൻ നോക്കിയപ്പോഴും അതിന് നിന്നില്ല. തുടർന്ന് പോലീസിൽ വിവരം ലഭിച്ചപ്പോൾ പോലീസ് അടിയന്തരമായി ഇടപെട്ട് സമീപത്തുണ്ടായിരുന്ന ഒരു ക്രെയിൻ റോഡിന് കുറുകെ വെച്ച് ഈ വാഹനം തടയുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഇതിൽ ബലപ്രയോഗത്തിലൂടെയാണ് ഇയാളെ ഈ വാഹനത്തിലേക്ക് കയറ്റുകയും ചെയ്തത്, പോലീസ് വാഹനത്തിലേക്ക് കയറ്റുകയും ചെയ്തത്. ഒപ്പം യുവതിയെയും അവിടുന്ന് തന്നെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. പ്രത്യേകിച്ച് നാട്ടുകാർ വലിയ രീതിയിൽ കൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ട് ഏറെ നേരം MC റോഡിൽ ചിങ്ങവനം മേഖലയിൽ ഗതാഗത തടസ്സവും ഉണ്ടായിരുന്നു. എന്തായാലും ഇതിന്റെ കുറ്റകൃത്യം സംബന്ധിച്ചും തുടർ നടപടി സംബന്ധിച്ചുമൊക്കെയുള്ള വിവരങ്ങൾ പോലീസ് തുടർന്ന് വരുന്നതേ ഉള്ളൂ. നടപടികൾ തുടർന്ന് വരുന്നതേ ഉള്ളൂ. 1 മണിക്ക് ശേഷമാണ് ഈ സംഭവം ചിങ്ങവനത്തുണ്ടായത്. ടോം, ഈ അപകടത്തില് ആർക്കെങ്കിലും പരിക്കേറ്റിരുന്നോ? കൂടുതൽ എത്ര വാഹനങ്ങളിലാണ് ഇയാളുടെ വാഹനം ഇടിച്ചതെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്? അതോടൊപ്പം ഈ ഒരു യുവതിയുടെയും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമല്ലോ ശ്രീജിത്ത്. ഈ യുവതിയും ഈ ലഹരി സംഘത്തിൽ പെട്ടതാണോ? ടോം, ഇതൊരു ലഹരി സംഘം എന്ന് പറയാനാകുമോ എന്ന് നമുക്കറിയില്ല. സാധാരണ ലഹരി കടത്ത് സംഘം അങ്ങനെയൊക്കെ പറയുമല്ലോ. ലഹരി ഇയാൾ ഉപയോഗിച്ചിരുന്നു. ആ വാഹനത്തിൽ നിന്ന് 5 ഗ്രാം ലഹരി മാത്രമാണ് കണ്ടെടുത്തത്. അത് ഒരുപക്ഷെ ഇയാൾ ഉപയോഗിക്കാൻ വെച്ചിരുന്ന ലഹരി ആയിരിക്കാമെന്ന് മാത്രമേ നമുക്കിപ്പോൾ പ്രാഥമികമായി വിലയിരുത്താൻ കഴിയുകയുള്ളൂ. അതല്ലാതെ കൂടുതൽ ഈ 5 ഗ്രാം എന്ന് പറയുമ്പോൾ അത് ഒരു പക്ഷേ വലിയൊരു കഞ്ചാവിന്റെ കാര്യത്തിൽ വലിയൊരു അളവല്ല. അത് ജാമ്യം ഒരു പക്ഷേ കിട്ടാവുന്ന വകുപ്പായി തന്നെ നിൽക്കുമായിരിക്കാം. പക്ഷെ മറ്റെന്തെങ്കിലും സാധനങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ ഉള്ളത് എന്ത്, ഇതെല്ലാം പോലീസ് പരിശോധിച്ച് വരുന്നതേ ഉള്ളൂ. ഈ യുവതി ലഹരി ഉപയോഗിച്ചതായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ ഇപ്പോൾ ലഭിച്ചിട്ടില്ല. അവരെ ഇപ്പോഴും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നും പോലീസിൽ നിന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പല വാഹനങ്ങളിലും തട്ടി അമിത വേഗത്തിൽ പോയി എന്നുള്ളതാണ് വിവരം. കൃത്യമായ വാഹനങ്ങളുടെ കണക്കടക്കം ഇനിയും വരേണ്ടതുണ്ട്. ഇത് അല്പസമയം മുമ്പ് നടന്ന സംഭവം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ അത്രയും കൃത്യമായ വ്യക്തമായ വിവരങ്ങൾ നൽകാൻ ഇനിയും കുറച്ച് സമയം കൂടി കാത്തിരിക്കേണ്ടി വരും. ടോം, ശ്രീജിത്ത്, എത്രത്തോളം ഗൗരവത്തിലാണ് പോലീസ് ഈ സംഭവത്തെ കാണുന്നത്? കാരണം ഇതിൽ വെറും ഒരു വാഹനാപകട കേസിനപ്പുറം ഇതിനകത്ത് ഈ കഞ്ചാവ് കൂടി ഇതിന്റെ ഈ വാഹനത്തിൽ നിന്നും ഇയാളുടെ കാറിൽ നിന്നും പിടിച്ചെടുത്ത സാഹചര്യത്തിൽ പോലീസ് ഏത് രീതിയിലാണ് കേസ് അന്വേഷിക്കുന്നത്? ഏതെങ്കിലും ലഹരി ഇടപാടുകളെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ടോ? മാത്രമല്ല, ഈ സ്വർണം എങ്ങനെയാണ് വാഹനത്തിൽ വന്നത്? യുവതിയുടെ സ്വർണമാണോ, അതോ ഇവരെന്തെങ്കിലും ഇത്തരം സ്വർണ്ണക്കടത്ത് സംഘത്തിൽപ്പെട്ടതാണോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്? കാരണം നമുക്കറിയാം, ഇപ്പോൾ ഇവരെ പിടികൂടിയിട്ട് 1 മണിക്കൂർ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ പോലീസിന്?
കൂടുതൽ വിവരം ലഭ്യമായിട്ടില്ല ടോം. അത് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ഈ പ്രതികൾ ഇവർ പറയുന്ന മൊഴി മാത്രം വിശ്വസിച്ച് ഒരു അന്തിമമായ നിഗമനത്തിലേക്ക് എത്താൻ പോലീസിനെ സംബന്ധിച്ച് കഴിയില്ലല്ലോ. അവര് അതിൻ്റെതായ പരിശോധനകൾ നടത്തിയപ്പോൾ കായംകുളം പോലീസിലടക്കം അന്വേഷണം നടത്തിയായിരിക്കും ഇതിലൊരു തുടർ നടപടികൾ ഉണ്ടാകുക. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി അവിടെ നിൽക്കുന്നത്. എന്തായാലും ഈ സ്വർണമൊക്കെ കണ്ടെത്തിയത് അത് എത്ര സ്വർണമുണ്ട്, ഈ സാധാരണഗതിയിൽ ആഭരണത്തിൽ ശരീരത്തിൽ ധരിക്കുന്ന ആഭരണങ്ങളെ കൂടാതെ സ്വർണം അതിൽ സൂക്ഷിച്ചിരുന്നു, വാഹനത്തിൽ സൂക്ഷിച്ചിരുന്നു. ആ വാഹനത്തിൽ നിന്നാണ് അത് കണ്ടെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊക്കെയുള്ള പരിശോധന നടത്തി വരുന്നതേ ഉള്ളൂ. എന്തായാലും അതിലൊക്കെ വ്യക്തത വൈകാതെ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണ് ചിങ്ങവനം മേഖലയിൽ MC റോഡിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. തീർച്ചയായും എല്ലാ സംശയങ്ങളും അതെല്ലാം ദൂരീകരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ചിങ്ങവനം പോലീസ് ഉള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. CI പ്രകാശ് ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. കോട്ടയത്ത് വിവരങ്ങൾ നൽകിയത്.